എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ചെറുകഥ വായിക്കാമെന്ന് വെച്ചു. ആത്മകഥയല്ല, ഞാൻ എഴുതിയ ഒരു ഫിക്ഷനാണ്. ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ചെറുകഥ എഴുതി എനിക്ക് ശീലമില്ല. നേരിട്ട് കഥയിലേക്ക് കിടക്കാം. കീറിപ്പോയ മുഖചിത്രങ്ങൾ. നിനക്കറിയാവോ, എൻ്റെ മോൾ അലീനയാണ് എനിക്ക് ആകെയുള്ള പ്രതീക്ഷ. അവളെ പുറത്തെവിടെയെങ്കിലും പറഞ്ഞയച്ചാലേ ഞങ്ങൾ രക്ഷപ്പെടൂ. തിണ്ണയുടെ അരഭിത്തിയിലേക്ക് കുടിച്ചു തീർത്ത കാപ്പി ഗ്ലാസ് ഞാൻ വയ്ക്കുമ്പോൾ അന്നമ്മ പറഞ്ഞു. പരിചിതത്വത്തിൻ്റെയും അപരിചിതത്വത്തിൻ്റെയും നൂലിഴകൾക്കിടയിൽ ഞെരുങ്ങി നിന്നുകൊണ്ടാണ് അന്നമ്മ സംസാരിച്ചത്. പ്രായവും ജീവിത പ്രാരാബ്ദങ്ങളും തീർത്ത അവളുടെ കവിളിലെ ഞൊറിവുകൾക്കിടയിൽ മറഞ്ഞു തുടങ്ങിയ നുണക്കുഴിയിൽ പള്ളിക്കൂടത്തിൽ വെച്ച് ഞങ്ങൾ പറയാതെ കൊണ്ടു നടന്ന പ്രണയത്തിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടാകുമോ? 2-3 വർഷം മുമ്പുള്ള ഒരു വേനൽ അവധിക്കാലത്ത് നാട്ടിൽ പോയപ്പോഴാണ്. പള്ളിക്കൂടത്തിൽ ഒന്നിച്ചു പഠിച്ച അന്നമ്മയെയും കുടുംബത്തെയും കാണുന്നുണ്ടെന്ന കാര്യം ആശയോട് പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ എൻ്റെ പഴങ്കഥകൾ അവൾക്കും മക്കൾക്കുമൊക്കെ മുഷിപ്പായി തുടങ്ങിയെന്ന് കുറച്ചു കാലങ്ങളായി എനിക്ക് തോന്നിത്തുടങ്ങിയിരുന്നു. ഒരിക്കലും പറയാത്ത ഒരു കൗമാര പ്രണയത്തിൻ്റെ ബാക്കി പത്രം തുറന്നു വെച്ചാൽ കുറച്ചു നേരത്തേക്കെങ്കിലും അവളുടെ വീർത്തുരുണ്ട മുഖം കാണണം. പ്രണയം എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ അത് തൻ്റെ പ്രിയപ്പെട്ടവരുടേതാകരുത്. ആരെ കാണാനാ ഒറ്റയ്ക്ക് കമ്പളികണ്ടത്തിന് പോകുന്നത്? കുട്ടികളെയും കൂട്ടി പിറ്റേന്ന് വണ്ടർലായിൽ പോകാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെ ആശ ചോദിച്ചു. കണ്ണുകളിൽ ഒരു സംശയത്തിൻ്റെ മുന നീണ്ടു നിന്നത് കണ്ടില്ലെന്ന് വെച്ചു. പഴയ കൂട്ടുകാരൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിൽ നിന്ന് കണ്ണു പറിക്കാതെ ഞാൻ പറഞ്ഞത് ബോധപൂർവമായിരുന്നെങ്കിലും അവളത് ശ്രദ്ധിച്ചിരുന്നോ എന്ന് പോലും അറിയില്ല. പുതുമയുള്ളതും ഓർമ്മകളിൽ ലഹരി നുരയുന്നതുമാണെങ്കിൽ ഒരു സാധാരണക്കാരൻ പറയുന്നത് പോലെ പറയുക. കവിളുകൾ ചുവക്കരുത്, സ്വരം അല്പം പോലും ഇടറരുത്. അവളത് വീണ്ടും ഓർത്തിരിക്കരുതെന്ന് തനിക്ക് നിർബന്ധമുണ്ട്. പിറ്റേന്ന് വെളുപ്പിനെ ആശയും മക്കളും ട്രാവലർ വാനിൽ കയറി വണ്ടർലായിലേക്ക് പോകുമ്പോഴും ഞാൻ കട്ടിലിൽ ചുരുണ്ടുകൂടി, ഒരു തിടുക്കവുമില്ലാത്ത ഒരാളെ പോലെ. അവർ ഇറങ്ങിയുടൻ ചാടി എണീറ്റ് ഒരുക്കം തുടങ്ങി. ഡ്രൈവറെ കൂട്ടാതെ പോകാൻ തീരുമാനിച്ചത് മനഃപൂർവ്വമാണ്. എത്ര ശ്രമിച്ചിട്ടും ഒരു ഒളിച്ചുകളിയുടെ ഫീലുണ്ട്. കമ്പളികണ്ടത്തിന് പോകുമ്പോൾ മനസ്സിലൂടെ പഴയകാലത്തിൻ്റെ ഓർമ്മകൾ കോടമഞ്ഞ് പേറിയെത്തിയ തണുത്ത കാറ്റിൻ്റെ മൂളലുകൾക്കൊപ്പം വന്നു പോയിക്കൊണ്ടിരുന്നു. പൊട്ടിപ്പോയൊരു സ്ലേറ്റ് പെൻസിൽ പോലെ അതങ്ങനെ പോക്കറ്റിൽ ഹൃദയത്തോടൊട്ടി നിന്നു. സ്കൂളിൽ അന്നമ്മയില്ലാത്ത ഒരു ദിവസം സങ്കല്പിക്കാനാവില്ലായിരുന്നു. ചിരിക്കുമ്പോൾ നുണക്കുഴികൾ തെളിഞ്ഞ തുടുത്ത കവിളുകൾ. 6ാം ക്ലാസ്സിലെ ഓണപ്പരീക്ഷ കഴിഞ്ഞ് അവൾ പള്ളിക്കൂടത്തിൽ മടങ്ങി വന്നില്ല. ഞാൻ ആ വഴിത്താരയുടെ അങ്ങേയറ്റം വരെ പലവട്ടം നോക്കി നിന്നു. പരസ്പരം ഒന്നും പറഞ്ഞിരുന്നില്ലെങ്കിലും ആ 10 വയസ്സുകാരൻ്റെ കാത്തിരിപ്പായിരുന്നോ പ്രണയം? പരസ്പരമുള്ള ചിരികൾ, നോട്ടങ്ങൾ, കാത്തിരിപ്പുകൾ, ഇവയിലെല്ലാം പ്രണയമുണ്ടായിരുന്നിരിക്കണം. ഞങ്ങളുടെ കുറുമ്പുമുറ്റിയ നോട്ടങ്ങളിൽ പരസ്പരമുള്ള ഇഷ്ടം ഒളിഞ്ഞു നിന്നിരുന്നോ? അവളുടെ കൺകോണുകളിൽ തുളുമ്പി നിന്ന പ്രണയം ഞങ്ങൾ 2 പേരും മാത്രമേ അറിഞ്ഞുള്ളൂ. അക്കാലത്ത് അവളുടെ നോട്ടങ്ങളും മൗനം നിറഞ്ഞ വാചാലതയും 40കളുടെ പാതി പിന്നിട്ട എൻ്റെ മനസ്സിലെവിടെയോ ഇപ്പോഴും മിന്നലാട്ടങ്ങൾ നടത്തുന്നുണ്ടോ? ഒരിക്കലും തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത ആ ബാല്യകാല പ്രണയം. അക്കാലത്ത് കോട്ടയത്ത് നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന പൈങ്കിളി വാരികകളിൽ പലതും ഞാൻ വായിച്ചിരുന്നു. പുതുതായി വന്ന പാഠപുസ്തകങ്ങൾ നല്ല നീളമുള്ളവയായിരുന്നതിനാൽ അന്നൊക്കെ മംഗളവും സുനന്ദയും സഖിയും ജനനിയുമൊക്കെ പുസ്തകത്തിനകത്ത് ഒളിപ്പിച്ചു വെച്ച് വായിക്കുന്ന ശീലം എനിക്കുണ്ടായിരുന്നു. വീട്ടിൽ ഈ വാരികകളൊന്നും വാങ്ങിയിരുന്നില്ല. അന്നമ്മയുടെ വീട്ടിലാണെങ്കിൽ ഇവയെല്ലാം എല്ലാ ആഴ്ചയിലും വാങ്ങിയിരുന്നു. ആഴ്ചപ്പതിപ്പുകൾ കൈമാറുന്നതിനിടയിലുള്ള ഞങ്ങളുടെ ചെറിയ സംഭാഷണങ്ങൾ മാത്യുമറ്റത്തിൻ്റെയും ജോയ്സിയുടെയും ജോസി വാഗമറ്റത്തിൻ്റെയും കോട്ടയം പുഷ്പനാഥിൻ്റെ എല്ലാ നോവലുകളിലെ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ളവ മാത്രമായിരുന്നു. പരസ്പരം ഇഷ്ടമോ അതിൽ കൂടുതലോ എന്തൊക്കെയോ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത് പരസ്പരം പറഞ്ഞ്
മനസ്സിലാക്കേണ്ടതായിരുന്നില്ല. കാർ കട്ടപ്പന ടൗൺ കഴിഞ്ഞ് ഇരട്ടയാർ വഴി കമ്പളികണ്ടത്തേക്ക് നീങ്ങുമ്പോഴും മനസ്സ് കുട്ടിക്കാലത്തെ ആ പ്രണയ ഓർമ്മകൾക്ക് ചുറ്റും ഭ്രമണം ചെയ്തുകൊണ്ടിരുന്നു. ഉള്ളിലൊരു പരിഭ്രമമുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്നറിഞ്ഞിട്ടും ഒരു തേരട്ടയെപ്പോലെ അതെന്നിൽ ഇഴഞ്ഞു നടന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് അന്നമ്മയുടെ കല്യാണം കഴിഞ്ഞുവെന്ന് ആരോ പറഞ്ഞിരുന്നു. അക്കാലത്ത് ജീവിത പ്രശ്നങ്ങളുടെ ഒരു കൂത്തരങ്ങായിരുന്നു. ഒന്നവസാനിക്കുമ്പോൾ മറ്റൊന്ന് എന്ന നിലയിൽ വന്ന ജീവിത പ്രശ്നങ്ങൾക്കിടയിൽ പള്ളിക്കൂടത്തിലെ ആ കൗമാരകാല പ്രണയ ചിന്തകൾക്ക് പ്രാധാന്യം വളരെ കുറവായിരുന്നു. അന്നമ്മയെ മറന്നു എന്നതാണ് ശരി. ആ പഴയ പ്രണയവും ചോർന്നൊലിച്ചുപോയി. എത്ര മഴകൾ പെയ്തൊഴിഞ്ഞു, ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. വർഷങ്ങൾക്ക് ശേഷം ഒരവധിക്കാലത്ത് അപ്പൻ്റെയും അമ്മയുടെയും കുഴിമാടത്തിൽ പോയി ഉള്ള സങ്കടങ്ങളൊക്കെ പറഞ്ഞു കിട്ടി സമാധാനത്തോടെ മടങ്ങുമ്പോൾ അവിചാരിതമായാണ് അന്നമ്മയെ വഴിയിൽ കണ്ടുമുട്ടിയത്. ബാബു എന്നെ ഓർക്കുന്നുണ്ടോ? തെള്ളിത്തോട് പള്ളിക്ക് മുന്നിലെ ചായക്കടയിൽ നിന്ന് വാങ്ങിയ ചായയും കുടിച്ചുകൊണ്ട് കൂട്ടിനൊരു സിഗരറ്റും വലിച്ച് വഴിയിൽ എന്തോ ആലോചിച്ച് നിൽക്കുമ്പോഴായിരുന്നു ആ ചോദ്യം. എൻ്റെ പരിഭ്രമം കണ്ടിട്ടാവണം അവൾ തന്നെ പരിചയപ്പെടുത്തി. ഞാൻ അന്നമ്മയാ, നമ്മൾ 6ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചതാ. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ജാടക്കാരൻ ഫോറിൻകാരൻ എന്ന് കരുതുമല്ലോ എന്ന ജാള്യതയിൽ മറുപടി പറയാതെയുള്ള എൻ്റെ നിൽപ്പ് കണ്ട് അവൾ തന്നെ സ്വയം പരിചയപ്പെടുത്തി. 40കളുടെ പകുതിയിലും കൗമാരകാല പ്രണയത്തിൻ്റെ ഓർമ്മകൾ ഓടിയെത്തി. പിന്നെ മറക്കാൻ പറ്റുമോ അന്നമ്മേ? ഓർമ്മയുണ്ട്. അന്നമ്മ ഇപ്പോൾ എന്തു ചെയ്യുന്നു? എന്തു പറയണമെന്ന് അറിയാത്ത ആ നിമിഷത്തിൽ ആ ചോദ്യത്തിൽ ഒരു ആധികാരികത കടന്നുകൂടിയെങ്കിലും അവൾ പറഞ്ഞത് കേട്ട് നിന്ന എൻ്റെ കയ്യിലിരുന്ന സിഗരറ്റ് വലിക്കാതെ തന്നെ കത്തിത്തീർന്നു. പഴയ അന്നമ്മ എവിടെ? കണ്ണുകളിൽ കൗതുകവും കവളിൽ നുണക്കുഴിയുമുള്ള അവളിൽ കാലം മാറ്റിവെച്ചത് എന്തൊക്കെയാണ്? 2 മക്കളുള്ള അന്നമ്മ തൊഴിലുറപ്പ് പണി കഴിഞ്ഞുള്ള മടക്കമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു അപകടത്തിൽ അവളുടെ ഭർത്താവ് മരിച്ചിരുന്നു. അടിമാലിക്കടുത്തുണ്ടായിരുന്ന ഭർത്താവിൻ്റെ തറവാട്ടുവക ഓഹരി വിറ്റ് കിട്ടിയ പണവുമായി കമ്പളികണ്ടത്ത് വന്ന് മക്കളോടൊപ്പം താമസമാക്കി. ഒരു മകളും മകനും. മകൾ 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയവൻ 8ാം ക്ലാസ്സിലാണ്. അവളുടെ മകൾ പഠിക്കാൻ മിടുക്കിയാണെന്നും മോൻ ഉഴപ്പാണെന്നുമൊക്കെ പറഞ്ഞു. അവധിക്കാലം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് കമ്പളികണ്ടത്ത് വീണ്ടും വരുമെങ്കിൽ അവളുടെ വീട്ടിൽ ചെല്ലാൻ ക്ഷണിച്ചിട്ടാണ് അവൾ അന്ന് പോയത്. തൊട്ടടുത്ത ആഴ്ച കാരണമൊന്നുമില്ലാതെ തന്നെ ആശയെയും മക്കളെയും ഒഴിവാക്കി കമ്പളികണ്ടത്തിന് പോയത് അന്നമ്മയെയും മക്കളെയും ഒന്ന് കാണണമെന്ന് കരുതി തന്നെയാണ്. ഒരിക്കലും തുറന്നു പറയാത്ത കൗമാര പ്രണയത്തെ ഒളിപ്പിച്ചിരുന്ന ഭൂതകാലത്തിൻ്റെ ഓർമ്മകളും പേറിയുള്ള ഒരു യാത്ര. വയലിനക്കരെയുള്ള ഓലമേഞ്ഞ വീടും മുറ്റത്തെ തീ പുകയുന്ന അടുപ്പും പഴകി നിറം മങ്ങി പിഞ്ചിയ വസ്ത്രങ്ങൾ അണിഞ്ഞ മക്കളും എൻ്റെ ചിന്തകളെയും ഓർമ്മകളെയും ബഹുദൂരം പിന്നിലേക്ക് നയിച്ചു. ഇല്ലായ്മകളും വല്ലായ്മകളും മാത്രമുള്ള എൻ്റെ കുട്ടിക്കാലം. അലീന തന്ന കടുങ്കാപ്പി ഞാൻ ഊതി കുടിക്കുന്നത് നോക്കി അന്നമ്മ തിണ്ണയിൽ തന്നെ നിന്നു. എന്തോ കണ്ണുകൾ പരസ്പരം നേർക്കുനേർ വരാതിരിക്കാൻ അവളും ഞാനും പണിപ്പെട്ടിരുന്നു. അന്നമ്മയുടെ മകൾ അലീന അവളുടെ അമ്മയുടെ ദേഹത്ത് ചാരി എന്നെ തന്നെ നോക്കി നിന്നു. അങ്കിളും അമ്മയും ലൈനായിരുന്നോ? ആ ചോദ്യം എന്നെ പകപ്പിച്ചു കളഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യം. പണ്ടൊന്നും അവളുടെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ തിണ്ണയിലേക്ക് വരിക പോലുമില്ലായിരുന്നു. അവളുടെ ചോദ്യം ജനിപ്പിച്ച ജാള്യത മറയ്ക്കാൻ ഞാൻ പാടുപെടുന്നത് അന്നമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവണം. ഈ പെണ്ണ് എന്തൊക്കെയാണ് ചോദിക്കുന്നത്? ഒറ്റയടി അങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ. മകളുടെ ചെവിയിൽ ഒരു നുള്ളു കൊടുത്തുകൊണ്ട് അന്നമ്മ 40ാം വയസ്സിൽ പ്രായത്തെ തോൽപ്പിച്ച നാണത്തോടെ എന്നെ നോക്കി. ഞങ്ങൾ ലൈനായിരുന്നോ എന്ന ചോദ്യത്തിന് അപ്പോഴും ഉത്തരമില്ല. ആ മട്ടിലുള്ള ആ 16കാരിയുടെ നോട്ടം എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഞങ്ങൾ തമ്മിൽ പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കാലത്ത് പോലും പ്രണയമുണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോഴും അത്രയ്ക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചെറിയ പ്രായത്തിൽ ഒന്നിച്ചു പഠിച്ചുവെന്നേ ഉള്ളൂ. അപ്പോഴും അവളുടെ ചോദ്യത്തിന് ഉത്തരമായില്ല എന്നറിയാമെങ്കിലും അവിടം കൊണ്ട് ആ സംഭാഷണം അവസാനിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി.
സംഭാഷണത്തിൻ്റെ ഗതി അരോചകമായതിനാലാകണം അന്നമ്മയുടെ മകൻ അകത്തേക്ക് പോയി. ഇരുന്ന ഒഴിഞ്ഞ കാപ്പി ഗ്ലാസിനെയും തൊടിയിലെ മരങ്ങളെയും ഞാൻ മാറി മാറി നോക്കി. വിദേശത്ത് പോയി ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമല്ല കേട്ടോ. അരഭിത്തിയിലിരുന്ന ഗ്ലാസ്സിൽ ഒരു കൈകൊണ്ട് പിടിച്ചുകൊണ്ട് ഞാൻ അലീനയോട് പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം അങ്കിളെ, ഞാൻ കഷ്ടപ്പെടാനൊക്കെ തയ്യാറാണ്. അമ്മ എത്ര കാലമാണ് ഇങ്ങനെ കൂലിപ്പണി ചെയ്യുന്നത്? അലീന അത് പറയുമ്പോൾ അവൾ ഭാവിയെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞുവെന്ന് എനിക്ക് മനസ്സിലായി. സ്വന്തം നാട്ടിൽ കിട്ടുന്ന സുഖമോ സന്തോഷമോ ഒന്നും അന്യനാട്ടിൽ കിട്ടില്ല. വെള്ളക്കാരുടെ നാട്ടിൽ നമ്മൾ എത്ര വലിയ നിലയിലായിത്തീർന്നാലും അവർ നമ്മളെ രണ്ടാംകിട പൗരന്മാരായി മാത്രമേ കാണൂ. അലീനയെ വിദേശ പഠനത്തിൽ നിരുത്സാഹപ്പെടുത്തുന്നതിലുപരി യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കണമെന്ന് തോന്നിയതിനാലാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പറഞ്ഞു തീർന്നപ്പോൾ അത് പറയേണ്ടിയിരുന്നില്ല എന്നും തോന്നി. അതൊന്നും എനിക്ക് പ്രശ്നമല്ല അങ്കിളെ. പണമില്ലാത്തവർ നമ്മുടെ നാട്ടിലും ഗതികെട്ട പൗരന്മാർ തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ പ്രായത്തിലുള്ള ആരും തന്നെ ഇപ്പോൾ നാട്ടിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാത്തതും ഇതൊക്കെ കൊണ്ടാണ്. തൻ്റെ തീരുമാനത്തിന് ന്യായീകരണം നൽകാൻ അവൾ മിടുക്കിയാണെന്ന് മനസ്സിലായി. അവളുടെ സംസാര രീതി തന്നെ അന്നമ്മയെ പോലെ ആയിരുന്നില്ല. ആ കൗമാരക്കാരിക്കുള്ള ധൈര്യമോ ആത്മവിശ്വാസമോ ഒന്നും ഈ പ്രായത്തിൽ തനിക്കില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. അന്നമ്മയെയും മകളെയും നോക്കാതെ അവരുടെ പുരയിടത്തിന് താഴെ വിളഞ്ഞു നിൽക്കുന്ന നെൽവയലുകളിലേക്ക് കണ്ണു നട്ട് ഞാൻ പറഞ്ഞു, അതൊന്നും സാരമില്ല ബാബു. ഈ കെട്ട നാട്ടിൽ നിന്ന് എൻ്റെ കൊച്ചയിൽ ഒന്ന് രക്ഷപ്പെടട്ടെ. ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് അന്നമ്മ അത് പറയുമ്പോഴും ഞാൻ അവർ രണ്ടുപേരെയും നോക്കിയില്ല. തിണ്ണയുടെ അരപ്പീറ്റിയിൽ നിന്ന് കാലിയായ ഗ്ലാസും എടുത്ത് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന അന്നമ്മ കട്ടിളപ്പടിയിൽ ചാരി തൊടിയിലൂടെയും വയലിലൂടെയും കണ്ണോടിച്ചു. ഇടയ്ക്ക് കൊയ്ത്തിനും കൂലിപ്പണിക്കും പോകുന്നത് കൊണ്ടും BPL റേഷൻ കിട്ടുന്നതുകൊണ്ടുമൊക്കെ അന്നത്തിന് ബുദ്ധിമുട്ടില്ലെന്നേ ഉള്ളൂ. ഒന്ന് നിർത്തിയിട്ട് അന്നമ്മ തുടർന്നു, നീ എന്നെ ഒന്ന് സഹായിക്കണം. എൻ്റെ കൊച്ചിനെ എങ്ങനെയും രക്ഷപ്പെടുത്തണം. അന്നമ്മ എൻ്റെ നേരെ കൈകൾ കൂപ്പിയപ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി. എനിക്കവരെ സഹായിക്കാൻ താല്പര്യമില്ലെന്ന് അവർക്ക് തോന്നിയോ? യൂറോപ്പിലെ സാഹചര്യങ്ങൾ പച്ചയായി പറഞ്ഞതിലൂടെ ഞാൻ അവരെ ഒഴിവാക്കാൻ പരിശ്രമിക്കുകയാണെന്ന് അവർ കരുതുന്നുണ്ടാവുമോ? കുറ്റബോധമാണോ എന്നെ അപ്പോൾ പിടികൂടിയത് എന്നറിയില്ല. ഞാൻ അവിടുത്തെ സാഹചര്യങ്ങൾ അങ്ങ് പറഞ്ഞുവെന്നേ ഉള്ളൂ. പിന്നെ യൂറോപ്പിലുള്ള എല്ലാ കോഴ്സുകളും ഇപ്പോൾ നമ്മുടെ നാട്ടിലുമുണ്ട്. അവിടെ പോയി പഠിക്കുന്ന ചിലവുമില്ല. സ്വയം ന്യായീകരിക്കാൻ ഞാൻ ശ്രമിക്കുകയാണെന്ന് അവർക്ക് തോന്നുമോ എന്ന ആശങ്ക പറഞ്ഞു നിർത്തുമ്പോൾ എനിക്കുണ്ടായിരുന്നു. അവിടെ ആകുമ്പോൾ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് എനിക്ക് അമ്മയെ സഹായിക്കാമല്ലോ. ഇവിടെ പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അങ്കിളെ. രാഷ്ട്രീയ നേതാക്കൾക്കും അവരുടെ കുടുംബക്കാർക്കും ഒക്കെ ഇവിടെ ജോലി കിട്ടും. അലീന യാഥാർത്ഥ്യബോധത്തോടെ സംസാരിച്ചപ്പോൾ ഞാൻ ചൂളിപ്പോയി. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഒന്നും അറിയില്ല എന്നൊക്കെ ചിന്തിച്ചു നടന്ന എൻ്റെ അറിവില്ലായ്മ അവളുടെ വാക്കുകളിലൂടെ എന്നെ തുറച്ചു നോക്കി. എന്ത് പറയണമെന്നറിയാതെ ഞാൻ കുറച്ചു നേരം പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു. മുറ്റത്തിന് താഴെ തലയുയർത്തി നിന്ന കൂഴപ്പൊളാവിൽ നിന്ന് പഴുത്തു വീണ് പൊട്ടിച്ചിതറിയ ചക്കപ്പഴത്തിലെ ചുളകളും കുരുക്കളും എന്നെ മിഴിച്ചു നോക്കുന്നുണ്ടായിരുന്നു. തൊടിയിൽ ഒറ്റപ്പെട്ടു നിന്ന തെങ്ങിൽ വിരിഞ്ഞ ചൊട്ടകളിൽ ഒന്നുപോലും ഫലം നൽകില്ലെന്നറിയിച്ചുകൊണ്ട് വിവസ്ത്രരെ പോലെ നിന്നു. ആരോടും പരിഭവിക്കാനില്ലെന്ന മട്ടിൽ കൊക്കോ മരങ്ങളിൽ തൂങ്ങിയാടിയ കായ്കൾ പച്ചയിൽ നിന്ന് മഞ്ഞയായി പരിണമിക്കുന്നതിന് തുടക്കമിട്ടിരുന്നു. മോൾക്ക് ഒരു വർഷം കൂടി പഠിക്കണമല്ലോ. അപ്പോഴേക്കും ഞാൻ ഫ്രാൻസിൽ എന്തെങ്കിലും സാധ്യതകൾ നോക്കാം. ഫ്രഞ്ച് ഭാഷയൊക്കെ പഠിക്കാൻ തയ്യാറാകണം. അവരെ ഒന്ന് ആശ്വസിപ്പിക്കണം എന്നല്ലാതെ എൻ്റെ മുമ്പിൽ അവർക്കായി മാർഗങ്ങളൊന്നും തെളിഞ്ഞിരുന്നില്ല. അത് മതി, നീ പരിശ്രമിച്ചാൽ എന്താ നടക്കാത്തത്? എൻ്റെ കൊച്ച് ഒന്ന് രക്ഷപ്പെടട്ടെ. അന്നമ്മ ഒന്നുകൂടി ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞപ്പോൾ ഈ വിഷയം ആശയെ എങ്ങനെ അറിയിക്കുമെന്ന ആകുലത എന്നെ വലയ്ക്കാൻ തുടങ്ങിയിരുന്നു. എണ്ണിത്തിട്ടപ്പെടുത്താത്ത കുറേ 500 രൂപ നോട്ടുകൾ തിണ്ണയുടെ അരഭിത്തിയിൽ വെച്ച് അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ അന്നമ്മയുടെയും അലീനയുടെയും രൂപം മനസ്സിൽ ഒട്ടിപ്പിടിച്ചു നിന്നു. തൊടിയിലൂടെയുള്ള നടവഴിയും കടന്ന് വയൽവരമ്പിലൂടെ വഴിയരികിൽ നിർത്തിയിട്ടിരുന്ന കാറിനടുത്തെത്തിയപ്പോഴേക്കും ആശയോട് അലീനയുടെ വിഷയം അവതരിപ്പിക്കാൻ പറ്റിയൊരു നുണ ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. പിറ്റേന്നൊരു ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് ഞാൻ അവളോട് അന്നമ്മയുടെ മകളുടെ പഠനകാര്യം പറഞ്ഞത്. നാട്ടിലുള്ള പിള്ളേർ മുഴുവൻ യൂറോപ്പിൽ വന്ന് പഠിക്കണമെന്ന് തീരുമാനിച്ചാൽ എങ്ങനെയാ ശരിയാവുക? അല്ലേ തന്നെ കൂലിപ്പണി ചെയ്യുന്ന ഭർത്താവ് മരിച്ച ആ സ്ത്രീ എങ്ങനെയാ മകളെ യൂറോപ്പിൽ വിട്ടു പഠിപ്പിക്കുന്നത്? അതിനൊക്കെ അവർക്ക് പണമുണ്ടോ?
എൻ്റെ നേരെ നോക്കി ആഷ ചോദിക്കുമ്പോൾ മറുപടി നൽകാൻ എനിക്ക് അല്പം ആലോചിക്കേണ്ടി വന്നു. ഞാൻ എന്നെ പറഞ്ഞു പഠിപ്പിച്ച കഥയിൽ ഇത്തരം ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിറകിലേക്ക് ഓടിമറയുന്ന തേയിലത്തോട്ടങ്ങൾ കടന്ന് കുട്ടിക്കാനത്ത് കൂടി വണ്ടി നീങ്ങുമ്പോൾ ആഷയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിക്കായി ഞാൻ റോഡരികിലെ പാറക്കൂട്ടങ്ങളിലേക്ക് തന്നെ നോക്കിയിരുന്നു. അതിന് ആ കൊച്ച് ഇനി 1 വർഷം കൂടി പഠിക്കണമല്ലോ, +2 കഴിയണ്ടേ എന്തെന്നറിയാത്ത എൻ്റെ മറുപടി അവളെ ഒട്ടും സ്പർശിച്ചില്ല എന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ തന്നെ ആ കൊച്ചിന് ഇവിടെ എവിടെയും നേഴ്സിംഗ് പഠിച്ചാൽ പുറത്തു പോകാൻ ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടുമല്ലോ, അതാണെങ്കിൽ നമുക്കും കുറച്ചൊക്കെ സഹായിക്കാൻ പറ്റും. അലീനയുടെ പഠനത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമെല്ലാം അവളെ അറിയാത്ത ആഷയ്ക്കും ഏറെ ആശയങ്ങളുണ്ടായിരുന്നു. ആ കുട്ടിക്ക് നേഴ്സിംഗ് പഠിക്കാൻ ഇഷ്ടമില്ല. എൻ്റെ മറുപടി പെട്ടെന്നായിരുന്നു. അത് നിങ്ങൾക്കെങ്ങനെ അറിയാം? അത്രയ്ക്ക് ബന്ധമുള്ളവരാണോ? അവളുടെ ചോദ്യവും പെട്ടെന്നായിരുന്നു. ഞാനൊന്ന് ചൂളി. പക്ഷേ ആഷ അത് ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ആത്മകഥ പോലെയാണ് അവൾ അത് പറഞ്ഞത്. വീട്ടിൽ കാൽക്കാശിന് ഗതിയില്ല. പക്ഷെ പെണ്ണിന് ഡിമാൻഡുകൾക്ക് ഒരു കുറവുമില്ല. തള്ള കൂലിപ്പണി ചെയ്താണേലും കുറവുകളൊന്നും അറിയാതെ മക്കളെ വളർത്തുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ആഷയുടെ സ്വരം കടുത്തിരുന്നു. കാറിൻ്റെ പിൻസീറ്റിലിരുന്ന ഞങ്ങളുടെ കുട്ടികൾ അവരവരുടെ മൊബൈലിലും ടാബ്ലറ്റിലും വീഡിയോ ഗെയിമുകൾ കളിച്ച് കാരണമറിയാതെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ സംഭാഷണങ്ങൾ അവരെ ബാധിച്ചില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അവയെല്ലാം അവർക്ക് തികച്ചും അരോചകമാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആഷയിൽ വന്ന മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ അവളെ മനസ്സിലാക്കാൻ ഇനിയും പഠിച്ചിട്ടില്ല എന്നെനിക്ക് ഉറപ്പായി. തൊട്ടടുത്ത വർഷം ഓരോ മാസവും ആഷ അന്നമ്മയുടെ അക്കൗണ്ടിലേക്ക് കുട്ടികളുടെ പഠനത്തിനായി ഒരു തുക അയക്കുമായിരുന്നു. +2 പരീക്ഷ കഴിഞ്ഞപ്പോൾ ഹോസ്റ്റലിൽ നിർത്തി അലീനയെ തിരുവനന്തപുരത്ത് ഫ്രഞ്ച് ഭാഷാ പഠനത്തിന് ചേരാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തതും ആഷ തന്നെയായിരുന്നു. 4 മാസത്തെ ഭാഷാ പഠനത്തിന് ശേഷം പാരീസിലെ ഒരു സർവകലാശാലയിൽ BBAക്ക് പഠിക്കാൻ അലീന വന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും ചേർന്നാണ് അവളെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ പോയത്. നിറഞ്ഞ ചിരിയോടെ വന്ന അവളെ 2 ദിവസം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അവൾക്ക് വേണ്ട വസ്ത്രങ്ങളും മറ്റും വാങ്ങിക്കൊടുത്താണ് പാരീസിലെ ഹോസ്റ്റലിൽ ഞങ്ങൾ അവളെ എത്തിച്ചത്. വല്ലപ്പോഴുമുള്ള അവളുടെ ഫോൺ വിളിയും അവളുടെ പഠനവിശേഷങ്ങളും പാർട്ട് ടൈം ജോലിയെക്കുറിച്ചുള്ള വിവരണങ്ങളുമെല്ലാം ഞങ്ങൾക്കും ഇഷ്ടമായിരുന്നു. അവധിക്കാലങ്ങളിലെല്ലാം അവൾ മുഴുവൻ സമയം ജോലി ചെയ്തിരുന്നതിനാൽ അലീന ഞങ്ങളെ കാണാൻ വന്നിരുന്നില്ല. വല്ലപ്പോഴും അവൾ വരുമ്പോൾ അച്ചാറും ചമ്മന്തിപ്പൊടിയും എല്ലാം ഉണ്ടാക്കി പൊതിഞ്ഞു കെട്ടി കൊടുത്തുവിടുന്ന രീതി ആഷ ആ വർഷം മുഴുവൻ തുടർന്നു. അവൾ ഭർത്താവിൻ്റെ കൗമാരകാല പ്രണയിനിയുടെ മകളാണെന്ന് സത്യം അറിയാത്തതിനാലാവണം ആഷയ്ക്ക് അവളെ ഏറെ ഇഷ്ടമായിരുന്നു. അവൾ പാരീസിലെത്തുന്നതിന് മുന്നേ അവൾക്കൊരു സ്കോളർഷിപ്പ് തരപ്പെടുത്താൻ എനിക്ക് സാധിച്ചിരുന്നതിനാൽ പാർട്ട് ടൈം ജോലി ചെയ്ത് അവൾ നേടിയ പണം മുഴുവൻ അമ്മയെ സഹായിക്കാൻ അലീന അയച്ചു കൊടുത്തു. വർഷാവസാനത്തിൽ അവളുടെ അടുത്ത വർഷത്തെ സ്കോളർഷിപ്പ് പുതുക്കി കിട്ടാതിരുന്നതിനാൽ അവൾ പഠിച്ചിരുന്ന സർവകലാശാലയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോഴാണ് അലീന വളരെ ചുരുക്കം ദിവസങ്ങളിലെ ക്ലാസ്സിൽ വന്നിരുന്നുള്ളൂവെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പലവട്ടം അവളോട് അതിനെക്കുറിച്ച് ചോദിക്കാൻ ഞാനും ആഷയും ശ്രമിച്ചപ്പോഴെല്ലാം അവൾ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഫോൺ വിളികൾ തീരെയില്ലാതായി. വോയിസ് മെസ്സേജുകൾക്ക് തിരിച്ചുള്ള പ്രതികരണം കിട്ടാതായപ്പോൾ വിട്ടുകളഞ്ഞ ബന്ധങ്ങളുടെ നീണ്ട നിരയിലേക്ക് അവളെയും ചേർത്തു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് പാരീസിൽ ജോലി സംബന്ധമായ ഒരു മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് അലീന പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അടുത്താണല്ലോ എന്നോർത്തത്. അന്നത്തെ ഉച്ചഭക്ഷണം അവിടെ നിന്നാകാമെന്ന് കരുതി കടയുടമയായ ശ്രീലങ്കക്കാരൻ തമിഴിനോട് അവളെക്കുറിച്ച് ചോദിച്ചെങ്കിലും അയാളും അവളെക്കുറിച്ച് പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് തോന്നി. അയാളുടെ കടയിലെ ഉച്ചഭക്ഷണ സമയത്തെ തിരക്കൊഴിയുന്നതുവരെ ഞാൻ കാത്തിരുന്നു. സംസാരിക്കാതെ ഞാൻ മടങ്ങില്ല എന്ന് മനസ്സിലായതുകൊണ്ടാകാം അയാൾ എൻ്റെ അടുക്കൽ വന്ന് കസേര വലിച്ചിട്ടിരുന്നു. എൻ്റെ സാറേ, ആ പെൺകൊച്ച് ആദ്യത്തെ 3 മാസമേ ഇവിടെ ജോലി ചെയ്തുള്ളൂ. പിന്നെ ആ കുട്ടി യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നിന്നൊക്കെ മാറി സ്വന്തമായി അപ്പാർട്ട്മെൻ്റൊക്കെ എടുത്ത് താമസം തുടങ്ങി. ഇപ്പോൾ വലിയ നിലയിലാണ്. അയാൾ പറഞ്ഞു നിർത്തുമ്പോൾ എന്തോ പന്തികേട് തോന്നി ഞാൻ അലീനയെ വീണ്ടും ഫോണിൽ വിളിച്ചു. കുറേ നേരം മണിയടിച്ച് പതിവ് പോലെ വോയിസ് മെസ്സേജിൽ അവസാനിച്ചു. അല്ലെങ്കിൽ തന്നെ കുറേ മാസങ്ങളായി അങ്ങനെയാണ്. എൻ്റെ നിസ്സഹായത കണ്ടിട്ടാവണം തമിഴൻ എൻ്റെ അടുക്കലേക്ക് വീണ്ടും വന്നു.
സാറിൻ്റെ കുടുംബത്തിൽപ്പെട്ട കൊച്ചൊന്നും അല്ലല്ലോ. ആ കൊച്ചിനെ പഴയ നമ്പറിലൊന്നും കിട്ടില്ലെന്നേ. ഞാനൊരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ തരാം, അതിൽ വേറെ നമ്പരുമുണ്ട്. അത് പറഞ്ഞ് അയാൾ ഫോൺ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ലോഗ് ചെയ്തു. ക്യൂട്ട് ഗേൾ എമിലി, യുവർ എക്സോട്ടിക് എസ്കോട്ട് ഗേൾ. ഫ്രഞ്ചിൽ എഴുതിയിരിക്കുന്നത് വായിച്ച് പ്രൊഫൈലിന് താഴെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന അലീനയുടെ ചിത്രങ്ങൾ കൂടി കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാനായില്ല. എന്തു പറയണമെന്നറിയാതെ കമ്പ്യൂട്ടർ ബാഗും തൂക്കി റെസ്റ്റോറൻറ്റിൽ നിന്നിറങ്ങി നടക്കുമ്പോൾ അയാൾ എൻ്റെ പുറത്തു തട്ടി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ കൊച്ചു മാത്രമല്ല, ഇങ്ങനെ പല പിള്ളേരുമുണ്ടിവിടെ. ഇത് പഴയ കാലമൊന്നുമല്ലെന്നേ. വീട്ടിലേക്കുള്ള ട്രെയിനിൽ കയറി ആളില്ലാത്ത ഒരറ്റം പറ്റി ഞാനിരുന്നു. വാട്സപ്പ് തുറന്ന് അന്നമ്മയെ വിളിച്ചു. എൻ്റെ ബാബു, നീ എന്നെ ഈ പറയുന്നത്? എൻ്റെ കൊച്ച് അത്തരക്കാരിയല്ല. അവൾ കർത്താവിന് നിരക്കാത്തതൊന്നും ചെയ്യുകയില്ല. എല്ലാ ദിവസവും ഇവിടുത്തെ പോലെ തന്നെ അവൾ അവിടെയും കുർബാനയ്ക്ക് പോലും പോകുന്നുണ്ടെന്ന് ഇന്നലെ വിളിച്ചപ്പോഴും എന്നോട് പറഞ്ഞതാ. നിനക്ക് ആള് മാറിയതാ, എനിക്ക് ഉറപ്പാ. തുടർന്ന് സംസാരിക്കാതെ ഫോൺ നിശബ്ദമായപ്പോഴും ട്രെയിൻ വേഗത കൂട്ടി വടക്കൻ ഫ്രാൻസിലെ എൻ്റെ വീടിനടുത്തുള്ള പട്ടണം ലക്ഷ്യമാക്കി നീങ്ങി. കയ്യിലിരുന്ന ഫോണിൽ ഇൻസ്റ്റഗ്രാം ഒന്നുകൂടി തുറന്നു നോക്കണോ എന്ന ചിന്ത അപ്പോഴും എന്നെ അലട്ടി. പിന്നെ തോന്നി, എന്തിനെന്ന്. അലീന, അവൾ തനിക്ക് ആരാണ്? ആ തമിഴൻ പറഞ്ഞതുപോലെ പഠിക്കാൻ വന്ന് അതുപോലെ കാശുണ്ടാക്കാനും ഓരോ വഴികൾ തേടുന്ന അനേകം കുട്ടികളിൽ ഒരാൾ മാത്രം. രണ്ട് അപരിചിതർ. താങ്ക് യു. ഈ കഥ എഴുതിയപ്പോൾ അതിൻ്റെ അക്ഷരത്തെറ്റുകൾ തിരുത്തി തന്ന എൻ്റെ പ്രിയ സുഹൃത്തും എഴുത്തുകാരനുമായ ജയപ്രകാശ് പാനൂരിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിങ്ങളിത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. കഥ എഴുത്തിൽ ഞാൻ അത്ര സൂപ്പറൊന്നും അല്ലെന്നറിയാം, എങ്കിലും തുറന്നുള്ള അഭിപ്രായം പറയൂ. ആദ്യത്തെ കഥയല്ലേ.